നമസ്കാരം KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി മരിച്ചു. മരിച്ചത് മീപ്പുഗിരിയിലെ റസാഖിന്റെ മകൻ ഷിബിലി. വിദ്യാനഗർ സീതാങ്കോളി റൂട്ടിലെ ബസ് സമരം പിൻവലിച്ചു. തീരുമാനം കളക്ടറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയെ തുടർന്ന്. പഠനകാലത്തെ ഓർമ്മകൾ അയവിറക്കി മന്ത്രി ചന്ദ്രശേഖരൻ പെരുമ്പള സ്കൂളിൽ. AISFന്റെ ജില്ലാ ക്യാമ്പ് ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു മന്ത്രി. ശമ്പള വിതരണത്തിലെ അപാകതകൾക്കെതിരെ പ്രതിഷേധവുമായി അംഗനവാടി ജീവനക്കാർ. പ്രതിഷേധം മഞ്ചേശ്വരം ICDSന് മുമ്പിൽ. മെഡിക്കൽ കോളേജിനെ കുറിച്ച് ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി. ഉറപ്പു നൽകിയത് ജനകീയ സമരസമിതി നേതാക്കൾക്ക്. ഉദുമയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ. ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷയെന്ന് ജില്ലാ കളക്ടർ. ബൈന്ദൂർ പാസഞ്ചറിന്റെ സർവീസ് നിർത്തിവെക്കില്ല. സമയക്രമം പുനഃപരിശോധിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ മാനേജർ. വിശദമായ വാർത്തകളിലേക്ക്. കൂട്ടുകാർക്കൊപ്പം കുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മീപ്പുഗിരിയിലെ റസാഖിന്റെ മകൻ ഷിബിലിയാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം നടന്നത്. മാന്യ ഷംഷുൽ നഗറിലെ പഞ്ചായത്ത് കുളത്തിൽ കൂട്ടുകാരോടൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു ഷിബിലി അപകടത്തിൽപ്പെട്ടത്. കൂടെയുണ്ടായിരുന്ന കുട്ടികളുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തി പുറത്തെടുത്ത് ഷിബിലിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിവരമറിഞ്ഞ് ബദിയടുക്ക പോലീസ് സ്ഥലത്തെത്തി. ഷിബിലിക്ക് നീന്താൻ അറിയില്ലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ കുളത്തിൽ കുളിക്കുന്ന കുട്ടികളെ പോലീസ് താക്കീത് ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞുവിട്ടിരുന്നു. കുളത്തിന് ചുറ്റുമതിൽ കെട്ടണമെന്ന് പോലീസ് നേരത്തെ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നടപടിയുണ്ടായിരുന്നില്ലെന്നാണ് പറയപ്പെടുന്നത്. വിദ്യാനഗർ സീതാങ്കോളി റൂട്ടിൽ സ്വകാര്യ ബസ് ഉടമകൾ നടത്തിവന്ന സമരം പിൻവലിച്ചു. കളക്ടറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. കാസർഗോഡ് ലീഗൽ സർവീസ് അതോറിറ്റി ജഡ്ജിന്റെ പരിശ്രമ ഫലമായാണ് സമരം പിൻവലിച്ചത്. കളക്ടറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ PWD ഉദ്യോഗസ്ഥർ, RTO, ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ, പൂനെയിലെ കരാറുകാരായ രാജ്ദീപ് കമ്പനിയുടെ പ്രതിനിധി എന്നിവർ പങ്കെടുത്തു. ഈ ചർച്ചയിലാണ് സമരം പിൻവലിച്ചത്. അടുത്ത ബുധനാഴ്ചയോടെ താൽക്കാലിക പാച്ച് വർക്കുകൾ തീർക്കും. സെപ്റ്റംബർ 2-ന് റോഡിന്റെ പണി തുടങ്ങും. ഹൈടെക് രീതിയിലാണ് റോഡിന്റെ നിർമ്മാണം. 13 വർഷം ഗ്യാരണ്ടിയോടെയാണ് രാജ്ദീപ് കമ്പനി നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. 7.5 മീറ്റർ റോഡാണ് ഇത്. റോഡിന്റെ ഇരുവശവും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കും. ഇതിനായി 30.5 കോടി രൂപയാണ് ചെലവാക്കുന്നത്. ബസ് ഓണേഴ്സ് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് ജില്ലാ പ്രസിഡന്റ് K. ഗിരീഷ്, താലൂക്ക് പ്രസിഡന്റ് MA ഹസൈനാർ, PA മുഹമ്മദ് കുഞ്ഞി, താരാനാഥ്, രാധാകൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. AISF ജില്ലാ പഠന ക്യാമ്പിന് തുടക്കമായി. റവന്യൂ വകുപ്പ് മന്ത്രി E. ചന്ദ്രശേഖരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആ സമ്മേളനം നാളെ നടത്താൻ തീരുമാനിച്ചു. 18-ാം തീയതിയാണ് പാർലമെന്റ്. അപ്പോൾ അതുകൊണ്ട് ഇന്നും നാളെയും നടന്നാലേ ഉള്ളൂ. അപ്പോൾ 17-ാം തീയതി ഡൽഹിയിൽ വെച്ച് നടത്തുന്ന MP-മാരുടെ കോൺഫറൻസിൽ കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും അവിടെ പോവുക എന്ന് പറയുന്നത് വലിയ പ്രയാസവും വലിയ സാമ്പത്തിക ബാധ്യതയും ഒക്കെ ഉള്ള വിഷയമായതിനാണ് ഏതാനും മന്ത്രിമാർ പങ്കെടുത്താൽ മതിയാകുമെന്ന് തീരുമാനിക്കുകയും അതിനെ ആളുകളെ ചുമതലപ്പെടുത്തുകയും ചെയ്തപ്പോൾ കിട്ടിയ ഒരവസരം ഉപയോഗിച്ച് ഞാനിവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. AISF ജില്ലാ പ്രസിഡന്റ് രമ്യ രാജൻ അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ P. പ്രസാദ് ക്ലാസ് എടുത്തു. CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, AISF ജില്ലാ ജോയിന്റ് സെക്രട്ടറി KR ചന്ദ്രകാന്ത്, CPI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ T. കൃഷ്ണൻ, KV കൃഷ്ണൻ, AISF ജില്ലാ സെക്രട്ടറി ഗിരീഷ് പാണാംതോട് തുടങ്ങിയവർ ക്യാമ്പിന് അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. പെരുമ്പള GUP സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. അംഗനവാടി ജീവനക്കാർക്ക് പുതിയ സർക്കാർ അനുവദിച്ച ശമ്പളം ഓണത്തിന് നൽകണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാർ പ്രതിഷേധിച്ചു. മഞ്ചേശ്വരം ICDS ഓഫീസിന് മുമ്പിലാണ് പ്രതിഷേധ സമരം നടന്നത്. അംഗനവാടി തൊഴിലാളികൾക്ക് എല്ലാ മാസവും 10-ാം തീയതിക്ക് മുമ്പായി ശമ്പളം നൽകുന്നില്ലെന്ന് ആരോപിച്ചാണ് ടീച്ചർമാരും ആയമാരും പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. മഞ്ചേശ്വരം, മീഞ്ചെ, പൈവളികെ, വോർക്കാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള 121 ടീച്ചർമാരും 121 ആയമാരുമാണ് പ്രതിഷേധിച്ചത്. അധികാരികൾ ട്രഷറിയുടെ പേര് പറഞ്ഞ് ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കുകയാണെന്നാണ് ഇവരുടെ പരാതി. എന്നാൽ ട്രഷറിയിൽ യാതൊരു പ്രശ്നവുമില്ലെന്നും ഓണത്തിന് മുമ്പ് പുതിയ സർക്കാർ അനുവദിച്ച ശമ്പളമടക്കം ലഭ്യമാക്കണമെന്നും ജീവനക്കാർ പറഞ്ഞു. ഇന്ന് പ്രോജക്റ്റ് മീറ്റിംഗ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചതാണ്.
കാരണം നാളിതുവരെയായിട്ട് 16-ാം തീയതിയായിട്ട് നമ്മുടെ വർക്കേഴ്സിന് ഹെൽപ്പേഴ്സിന് ആരുടെ ശമ്പളം കിട്ടിയിട്ടില്ല. ശമ്പളം എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നതും ഓഫീസിൽ നിന്ന് പറയുന്നത് ട്രഷറിയിലെ കാരണമാണെന്നാണ് പറയുന്നത്. പക്ഷേ ട്രഷറിയിൽ പോയി നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് പറയുന്നത് ട്രഷറിയിലെ കുഴപ്പം കൊണ്ടല്ല ഇവിടുന്ന് ബില്ല് കൊടുക്കാൻ താമസിക്കുന്നത്. എല്ലാ മാസവും ഇതൊരു സ്ഥിരമായിട്ട് നമുക്ക് ശമ്പളം വൈകിയാണ് കിട്ടുന്നത്. അതിന് നമുക്ക് ഇനി മുതൽ 10-ാം തീയതിക്ക് മുമ്പ് നമുക്ക് ശമ്പളം കിട്ടണം. ഇവിടുന്ന് വേഗം ബില്ല് പോകുന്ന തരത്തിലൊരു നീക്കം ഉണ്ടാകണം. ദമയന്തി ടീച്ചർ, സരോജ ടീച്ചർ, സുമംഗള, ശാരദ, ശാന്ത തുടങ്ങിയവർ നേതൃത്വം നൽകി. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രവൃത്തിയെക്കുറിച്ച് യാതൊരു ആശങ്കയും വേണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ പറഞ്ഞു. മെഡിക്കൽ കോളേജ് ജനകീയ സമരസമിതി നൽകിയ നിവേദനത്തിനാണ് മന്ത്രി ഇങ്ങനെ മറുപടി പറഞ്ഞത്. എന്നെ നെല്ലിക്കുന്ന എംഎൽഎയുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ കോളേജ് ജനകീയ സമരസമിതി നേതാക്കൾ ആരോഗ്യമന്ത്രിയെ കണ്ടത്. മെഡിക്കൽ കോളേജ് പ്രവൃത്തിയുടെ ഭാഗമായി പ്രത്യേക യോഗം വിളിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അക്കാദമിയിൽ ബ്ലോക്കിന്റെയും ഹോസ്പിറ്റൽ ബ്ലോക്കിന്റെയും പണി ഉടൻ ആരംഭിക്കുക, നബാർഡ് അനുവദിച്ച 68 കോടി രൂപയുടെ ടെൻഡറിന് അംഗീകാരം നൽകുക, കൺസൾട്ടൻസി ഏജന്റായ കിറ്റ്കോയ്ക്ക് നൽകാനുള്ള അഡ്വാൻസ് തുക ഉടൻ നൽകുക, മെഡിക്കൽ കോളേജിന് ആവശ്യമായ തുക ബജറ്റിൽ ഉൾക്കൊള്ളിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിവേദനം നൽകിയത്. ഇവയെല്ലാം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി. ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷനിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ്. മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ഇ ദേവദാസൻ. തിരഞ്ഞെടുപ്പ് പ്രചരണ സാമഗ്രികൾ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിക്കരുത്. പരമാവധി 60,000 രൂപയാണ് ഒരു സ്ഥാനാർത്ഥിക്ക് ഉപയോഗിക്കാവുന്ന തുക. സ്ഥാനാർത്ഥികളെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ പാടില്ല. ബൂത്തുകളിൽ കർശന സുരക്ഷ ഏർപ്പാടാക്കുമെന്നും കളക്ടർ ഇ ദേവദാസൻ പറഞ്ഞു. ജൂലൈ 28-നാണ് ഉദുമ ഡിവിഷനിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മൊത്തം 3 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഉള്ളത്. UDFന്റെ സിറ്റിംഗ് സീറ്റാണ് ഉദുമ. ഇവിടെ വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾ LDF ആയാലും UDF ആയാലും ഭരണം അവർക്ക് ലഭിക്കും. ഇവിടെ നിന്നും വിജയിച്ച പാതൂർ കുഞ്ഞാമുഹാജിയുടെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. UDF സ്ഥാനാർത്ഥിയായി പാതൂർ കുഞ്ഞാമുഹാജിയുടെ മകൻ ഷാനവാസും LDF സ്ഥാനാർത്ഥിയായി മൊയ്തീൻ കുഞ്ഞി കളനാടും BJP സ്ഥാനാർത്ഥിയായി ബാബുരാജും ജനവിധി തേടുന്നു. 28-ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ 29-ന് തന്നെ വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കും. ബൈന്ദൂർ കണ്ണൂർ പാസഞ്ചർ നിർത്തലാക്കില്ല, പകരം സമയക്രമം പുനഃപരിശോധിക്കും. റെയിൽവേ വികസനം ത്വരിതഗതിയിലാക്കുന്നതിന് പി കരുണാകരൻ MPയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച് ധാരണയായി. ബൈന്ദൂർ കണ്ണൂർ പാസഞ്ചർ ഗുരുവായൂർ വരെ നീട്ടണമെന്ന നിർദ്ദേശം റെയിൽവേ ബോർഡിനെ അറിയിക്കും. ഷൊർണൂർ മംഗലാപുരം വൈദ്യുതീകരണം 2017 മാർച്ചിൽ പൂർത്തിയാക്കും. ചെറുവത്തൂർ വരെയുള്ള വൈദ്യുതീകരണം പൂർത്തിയായി. മംഗലാപുരം വരെ വൈദ്യുതീകരണം പൂർത്തിയായാൽ ഈ റൂട്ടിലൂടെ മെമു സർവീസ് ആരംഭിക്കാൻ നടപടി സ്വീകരിക്കും. കാസർഗോഡ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 8 ആദർശ് സ്റ്റേഷന്റെയും അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാക്കണമെന്ന് പി കരുണാകരൻ MP ആവശ്യപ്പെട്ടു. കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്റ്റേഷനുകളിൽ യന്ത്രപ്പടി സ്ഥാപിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകും. 2ാം പ്ലാറ്റ്ഫോം നിർമ്മാണത്തിനുള്ള നടപടികളും സ്വീകരിക്കും. ചെറുവത്തൂർ നീലേശ്വരം സ്റ്റേഷനുകളിലെ ഫുട് ഓവർ ബ്രിഡ്ജ് കിഴക്കോട്ട് നീട്ടുന്നതിനുള്ള ടെൻഡർ നടപടി ഉടൻ പൂർത്തിയാക്കും. MP ഫണ്ട് ഉപയോഗിച്ച് 7 സ്റ്റേഷനുകളിൽ ഇരിപ്പിടം നൽകുമെന്ന് MP അറിയിച്ചു. DRM ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് ഇങ്ങനെയൊരു യോഗം ചേരുന്നത്. പി കരുണാകരൻ MPയുടെ നിർദ്ദേശപ്രകാരമാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ യോഗം ചേർന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായവരുടെ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കാണാതായവരുടെ യാത്രാരേഖകളും അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കാൻ തുടങ്ങി. തൃക്കരിപ്പൂരിൽ നിന്നും കാണാതായവർക്ക് പാലക്കാട്ട് നിന്നും കാണാതായവരുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കോഴിക്കോട്ടെ മതപഠന കേന്ദ്രത്തിൽ നിന്നും കാസർകോട്ടെ പഠന കേന്ദ്രത്തിൽ നിന്നും പരസ്പരം പരിചയപ്പെട്ടവരാണിവർ. പാലക്കാട് നിന്ന് കാണാതായ ഷിബിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ തൃക്കരിപ്പൂരിലെ ലൈബ്രറിയിൽ നിന്നെടുത്ത പുസ്തകങ്ങൾ ഇതിന് തെളിവാണ്. കാണാതായവരുടെയെല്ലാം പാസ്പോർട്ട് വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതുപയോഗിച്ച് ഇവർ യാത്ര നടത്തിയിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. ചിലർ മുമ്പ് ശ്രീലങ്കയിൽ പോയി വന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവരിൽ ചിലർ കഴിഞ്ഞ 1 മാസത്തിനിടെ വിദേശത്ത് പോകാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും യാത്ര ചെയ്തിട്ടില്ല. കാണാതായ ചിലരുടെ ഫോൺ ഇപ്പോഴും ഇന്ത്യയിൽ തന്നെയുള്ളത് അന്വേഷണ സംഘത്തെ കുഴക്കുന്നുണ്ട്. ഇവർ കൃത്യമായി എവിടെയാണെന്നത് കണ്ടെത്താനായിട്ടില്ല. യാത്രയിലാണെന്ന വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. തൃക്കരിപ്പൂരിലെ ഷിഹാസ്, ഭാര്യ അജ്മല എന്നിവർ കോഴിക്കോട്ടെ ട്രാവൽ ഏജൻസി മുഖേന ടെഹ്റാനിലേക്ക് കടന്നതായി സൂചന ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ ഓൺലൈനായാണ് ടിക്കറ്റ് എടുത്തത്. ഇവരുടെ യാത്രാരേഖകൾ എമിഗ്രേഷൻ ഡയറക്ടറേറ്റിൽ നിന്ന് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ഓൾ ഇന്ത്യ റീറ്റെയിൽ സീഫെയേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ജൂലൈ 18-ന് ഉപ്പളയിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ജൂലൈ 18-ന് ഉപ്പള സലഫി മസ്ജിദിന് സമീപത്തുള്ള സ്കൂളിലാണ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം നടക്കുക. ഈ മേഖലയിൽ നിന്നും റിട്ടയർ ചെയ്തവർക്ക് ഈ അടുത്ത കാലം വരെ അവഗണനയാണ് ഉണ്ടായിരുന്നത്. ഇതിനെതിരെ നിരാഹാര സമരമടക്കമുള്ള സമരപരിപാടികൾ സംഘടിപ്പിച്ചതിലൂടെ പ്രതിമാസം 5000 രൂപ സീമാന്മാർക്ക് ഗവൺമെന്റ് അനുവദിച്ചതായി മഞ്ചേശ്വരം പ്രസ് ക്ലബ്ബിൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതായിട്ട് ഗവൺമെൻറ്റിൽ നിന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടി ലഭിച്ചിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ HP ബാവ ഹാജി, മൊയ്തീൻ സാബ്, K ശങ്കർ, സലീം പറമ്പത്ത്, മഖ്ദൂൽ അഹമ്മദ് എന്നിവർ പങ്കെടുത്തു. മുള്ളേരിയ വിദ്യാശ്രീ ശിക്ഷണ കേന്ദ്രത്തിൽ ഏകദിന ശില്പശാല നടന്നു. വിദ്യാഭാരതി ശിക്ഷാ സംസ്ഥാനവും ഭാരത സർക്കാരും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാശ്രീ ശിക്ഷണ കേന്ദ്രയിൽ ശനിയാഴ്ച രാവിലെ 9 മുതൽ 4 വരെയാണ് ഏകദിന കാര്യശാല നടന്നത്. യോഗയും ആരോഗ്യ ജീവനത്തിൽ യോഗയുടെ പ്രസക്തിയും എന്ന വിഷയത്തെ അധികരിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്. വിദ്യാശ്രീ ശിക്ഷണ കേന്ദ്രയുടെ രക്ഷാധികാരി രവീശതന്ത്രി കുണ്ടാർ ಭದ್ರದೀಪಂ ಕೊಳುತಿ ಪರಿಪಾಡಿ ಉದ್ಘಾಟನೆ ചെയ്തു. ಭವಿಷ್ಯದ ಸತ್ಪ್ರಜೆಗಳಾಗಿರುವಂತ ಯಾವ ಮಕ್ಕಳಿದ್ದಾರೋ ನಾವೆಲ್ಲ ನಮ್ಮ ಎಳೆಯಲ್ಲಿ ಅನುಭವಿಸಿರುವಂತ ನಷ್ಟ ಇವತ್ತು ಒಂದಷ್ಟು ಧಾರ್ಮಿಕವಾಗಿರುವಂತ ಸಾಮಾಜಿಕವಾಗಿರುವಂತ ಚಿಂತನೆಗಳು ನಮ್ಮಲ್ಲಿ ಜಾಗೃತವಾಗಿದ್ದರೆ ಕಾರಣ ನಾವು ಅನುಭವಿಸ್ತಾ ಇರುವಂತ ಯಾತನೆಗಳು ನೋವುಗಳು. ಆದರೆ ಮುಂದಿನ ಪೀಳಿಗೆ ಹಾಗಾಗಬಾರದು. ಅದಕ್ಕೆ ಬದಲಾಗಿ ಆ ಎಳವೆಯಲ್ಲೇ ತಾನು ಯಾರು ಎಂಬುದನ್ನು ಅರಿತುಕೊಂಡು ಜೀವಿಸಲಿಕ್ಕಿರುವಂಥ ಸಂಸ್ಕಾರ ಆ ಮಕ್ಕಳಲ್ಲಿ ಪ್ರಬಲವಾಗಬೇಕೆಂಬ ಚಿಂತನೆಯನ್ನು ಇರಿಸಿಕೊಂಡು ನಮ್ಮ ದೇಶೀಯವಾಗಿರುವಂಥ ಯಾವ ಆಧ್ಯಾತ್ಮಿಕವಾಗಿರುವಂಥ ವಿಚಾರಗಳಿವೆಯೋ, ಧಾರ್ಮಿಕವಾಗಿರುವಂಥ ವಿಚಾರಗಳಿವೆಯೋ, ಸಾಮಾಜಿಕವಾಗಿರುವಂಥ ವಿಚಾರಗಳಿವೆಯೋ, ಜೊತೆಯಲ್ಲಿ ನಮ್ಮ ಸಂಸ್ಕಾರವಿದೆಯೋ ಅದೆಲ್ಲವೂ ಕೂಡ ಎಳವೆಯಲ್ಲಿಯೇ ಮಕ್ಕಳಲ್ಲಿ ಜಾಗೃತವಾಗಿರಬೇಕೆಂಬ ಸಂಕಲ್ಪ ಇರಿಸಿಕೊಂಡು ವಿದ್ಯಾನಿಕೇತನ ಆಶ್ರಯದಲ್ಲಿ ಆ ಪಂಚಮುಖಿ ಶಿಕ್ಷಣದ ಆ ಪೂರ್ಣವಾಗಿರುವಂಥ ಅಭಿಯಾನ ನಡೀತಾ ಇದೆ. അഡ്വക്കേറ്റ് K ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു. കൈതപ്രം വാസുദേവൻ നമ്പൂതിരി, ചന്ദ്രൻ, K ഹരിഹരൻ, UP ഹരിദാസ്, M ചാത്തുക്കുട്ടി, രാംദാസ് എന്നിവർ സംസാരിച്ചു. യന്ത്രവൽക്കരണം തൊഴിൽ മേഖലയെ കീഴടക്കുമ്പോൾ പാരമ്പര്യ രീതിയിൽ കിണർ കുഴിക്കുകയാണ് കിനാനൂർ കരിന്തളത്തെ 3 യുവാക്കൾ. തൂമ്പയും കൈക്കോട്ടും ഉപയോഗിച്ച് 150 കിണറുകളാണ് ഈ മൂവർ സംഘം പൂർത്തിയാക്കിയത്. തൊഴിൽ മേഖലകളിൽ ആധുനിക യന്ത്രങ്ങളുടെ കടന്നുകയറ്റം അധ്വാനവും സമയവും ലാഭിക്കുമ്പോഴും പാരമ്പര്യ രീതി തന്നെ തുടരുകയാണ് കരിന്തളത്തെ ഗംഗാധരനും രാമചന്ദ്രനും സുരേന്ദ്രനും. തൂമ്പയും കൈക്കോട്ടും ഇവരുടെ കൈകളിൽ ചേർത്തു പിടിച്ചപ്പോൾ പൂർത്തിയായത് 150ഓളം കിണറുകൾ. കരിന്തളത്തെയും സമീപ പ്രദേശങ്ങളിലെയും കിണറുകൾ ഇവർ തന്നെയാണ് ഇന്നും കുഴിക്കുന്നത്. പാറപ്പുറത്ത് തൂമ്പ പതിക്കുമ്പോൾ ഇരട്ടി അധ്വാനമാണെങ്കിലും ഇവർ ആത്മസംതൃപ്തി അടങ്ങുകയാണ്. പാരമ്പര്യമായി കൈമാറി വന്ന രീതി തുടരുന്നതിൽ ഇവർ പൂർണ്ണ സംതൃപ്തിയിലുമാണ്. മലയോരങ്ങളിൽ കുഴൽക്കിണറുകൾ സജീവമാകുമ്പോഴും ഇവരുടെ തൊഴിലിനും പഞ്ഞമില്ല. പുത്തൻ യന്ത്രങ്ങൾ ഉപയോഗിച്ച് കിണർ കുഴിക്കാൻ ദിവസങ്ങൾ മാത്രം വേണ്ടിവരുമ്പോഴും പാറപ്പുറത്ത് കിണറൊരുക്കാൻ മാസങ്ങളുടെ കാലാവധി വന്നേക്കാം. എങ്കിലും ഇവരെ തേടി നിരവധി പേരാണ് കരിന്തളത്തെത്തുന്നത്. ഈ പഞ്ചായത്തിൽ 10-15 വർഷമായി നമ്മൾ തുടങ്ങിയിട്ട് ഒരു 150 കിണറോളം ഈ പഞ്ചായത്തിൽ മാത്രം കുഴിച്ചിട്ടുണ്ട്. നീലേശ്വരം പഞ്ചായത്തിൽ കുഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറേ അമ്പലത്തിൻ്റെ കിണർ കുഴിച്ചിട്ടുണ്ട്. യാതൊരു പരിചരണമില്ലാതെ പഴയ കാല പിക്കാസ് കൊണ്ട് കുത്തിത്താപ്പി അരഞ്ഞാണോട്ട് 10-25 ഓളോളം ഇവിടെ കാഴ്ച വിലുണ്ട്. അതിൽ നിന്ന് കയറിയിട്ട് അത്ര ദയനീയാവസ്ഥ. തൊഴിൽ സമയവും അധ്വാനവും കുറക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം എന്നൊരു പഴഞ്ചൊല്ലി ഇവർ അർത്ഥവത്താക്കുകയാണ്. അതാണ് ഇവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുവാൻ വേണ്ടിയായിരിക്കണം റോട്ടറി ശ്രദ്ധ പതിപ്പിക്കേണ്ടതെന്ന് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ജയപ്രകാശ് ഉപാധ്യായ. കാഞ്ഞങ്ങാട് റോട്ടറി ക്ലബിന്റെ സ്ഥാനമേൽക്കൽ ചടങ്ങ് നടന്നു. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ വേണ്ടിയാവണം റോട്ടറി ശ്രദ്ധ പതിപ്പിക്കേണ്ടതെന്ന് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ജയപ്രകാശ് ഉപാധ്യായ പറഞ്ഞു. കിടപ്പാടമില്ലാത്തവർക്ക് വീടൊരുക്കിയും ആശ്രയമില്ലാത്തവർക്ക് സഹായമെത്തിച്ചും റോട്ടറി പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വപ്നങ്ങൾ കാണാൻ മാത്രമല്ല കഠിനാധ്വാനം ചെയ്ത് നടപ്പിൽ വരുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
കാഞ്ഞങ്ങാട് റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനമേൽക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. And of course, all my respect goes to immediate outgoing President Vinod and the team of Kalangan. I'll tell you, the amount of work is done. Simplicity. You will always, look at him as an attentive, keen listener. But then he could, in his own inimitable style, he could convince this Rotary Club, took them into his confidence. They believed him, and yes, he has done some good projects, particularly the house. There is a story behind this home for homeless. When this home for the homeless was being constructed, outgoing president was also constructing his new house. പുതിയ പ്രസിഡന്റായി രഞ്ജിത് സി നായരും സെക്രട്ടറിയായി സി ആനന്ദും ചുമതലയേറ്റു. അസിസ്റ്റന്റ് ഗവർണർ MS പ്രദീപ് ക്ലബിന്റെ മുഖപത്രം പ്രകാശനം ചെയ്തു. VR അനന്തനാരായണൻ റോട്ടറി ഫൗണ്ടേഷനിലേക്കുള്ള സംഭാവന M അരുണിന് കൈമാറി. M വിനോദിനെ വൈസ് പ്രസിഡന്റായും സത്യനാരായണ ഷേണായിയെ ട്രഷററായും M അരുണിനെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. കാഞ്ഞങ്ങാട് ശക്തമായ മഴയെ തുടർന്ന് ആവിക്കരയിൽ വെള്ളം കയറി. ഇവിടുത്തെ നിരവധി കുടുംബങ്ങൾ ഇതോടെ ദുരിതത്തിലായി. മഴ കനത്തോടെ കാഞ്ഞങ്ങാടിന്റെ സമീപപ്രദേശമായ ആവിക്കരയിൽ വെള്ളം കയറി. വെള്ളം കയറിയതോടെ വീടുകളിൽ കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ഇനിയും അറുതിയായിട്ടില്ല. വരും ദിവസങ്ങളിൽ മഴ കനത്താൽ വീടൊഴിയേണ്ട അവസ്ഥയിലാണ് മിക്ക കുടുംബങ്ങളുടെയും അവസ്ഥ. നാലുപാടും വെള്ളം കയറിയതോടെ പുറത്തിറങ്ങാൻ പോലും ആവാതെ കഷ്ടപ്പെടുകയാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ. ആവിക്കരയിലെ ബാലകൃഷ്ണൻ, ഹമീദ്, ഹംസ, മാധവി, ഖദീജ തുടങ്ങിയവരുടെ വീടുകളിൽ വെള്ളം കയറിക്കഴിഞ്ഞു. നാലുപാടും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുമ്പോഴും ശുദ്ധജലമില്ലാതെ വരികയാണ് ഈ കുടുംബങ്ങൾ. വഴിയും മുടങ്ങിക്കിടക്കുകയാണ്. ഇഴജന്തുക്കളുടെ ശല്യവും ഇവർക്ക് ദുരിതമാവുന്നുണ്ട്. വെള്ളം ഒഴുകിപ്പോകാനിടയില്ലാത്തതാണ് ഇവരുടെ ദുരിതങ്ങൾ വർദ്ധിക്കാനിടയാക്കിയത്. മഴയൊഴിഞ്ഞാൽ മാത്രമേ ഇവരുടെ ദുരിതങ്ങൾക്ക് അറുതിയാവുകയുള്ളൂ. നഗരസഭാ ചെയർമാൻ VB രമേശൻ, കൗൺസിലർ A നാരായണൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. കുടിവെള്ളവും സൗജന്യ റേഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങളും ലഭ്യമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പ്രായമായവരും കുട്ടികളും അനുഭവിക്കുന്ന ദുരിതങ്ങളും ഇരട്ടിയാണ്. നാലുപാടും വെള്ളം കയറിയതോടെ പ്രായമായവരും കുട്ടികളും അനുഭവിക്കുന്ന ദുരിതങ്ങളും ഏറെയാണ്. മുടങ്ങാതെ എല്ലാ വർഷവും വെള്ളം കയറുന്ന ആവിക്കരയിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമൊരുക്കാൻ അധികൃതർ കണ്ണു തുറക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കാശി മഠാധിപതി സ്വാമി സംയമീന്ദ്ര തീർത്ഥ 4 മാസത്തെ ഉപാസനയ്ക്കായി കാഞ്ഞങ്ങാട്ടെത്തി. ലക്ഷ്മി വെങ്കടേശ്വര ക്ഷേത്രത്തിലാണ് വ്രതാനുഷ്ഠാനത്തിനായി കാശി മഠാധിപതി കാഞ്ഞങ്ങാട്ടെത്തിയത്. ചാതുർമാസ്യ വ്രതാനുഷ്ഠാനത്തിനായാണ് സ്വാമി സംയമീന്ദ്ര തീർത്ഥ ലക്ഷ്മി വെങ്കടേശ്വര ക്ഷേത്രത്തിലെത്തിയത്. ധ്യാനവും പൂജകളുമായി ഇനിയുള്ള 4 മാസം സ്വാമി ക്ഷേത്രത്തിലുണ്ടാകും. കാശിമഠാധിപതിയായ ശേഷം ആദ്യമായി സ്വാമി ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കാൻ എത്തുന്നു എന്ന പ്രത്യേകതയും സന്ദർശനത്തിനുണ്ട്. കാഞ്ഞങ്ങാട് ലക്ഷ്മി വെങ്കടേശ്വര ക്ഷേത്രം 40 വർഷങ്ങൾക്കു ശേഷമാണ് ആചാര്യന്റെ വ്രതാനുഷ്ഠാനത്തിന് വേദിയാകുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ക്ഷേത്രത്തിൽ നടന്ന സങ്കീർത്തന സപ്താഹത്തിൽ പങ്കെടുക്കുന്നതിനായി സ്വാമി സംയമീന്ദ്ര തീർത്ഥ ക്ഷേത്രത്തിൽ ഇതിനു മുമ്പും എത്തിയിരുന്നു. ഓരോ വർഷവും കാശിമഠത്തിനു കീഴിലുള്ള ക്ഷേത്രങ്ങളിലാണ് മഠാധിപതിമാർ ചാതുർമാസ്യ വ്രതാനുഷ്ഠാനത്തിന് എത്താറുള്ളത്. മഠത്തിനു കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ പ്രഥമ സ്ഥാനമാണ് കാഞ്ഞങ്ങാട് ലക്ഷ്മി വെങ്കടേശ്വര ക്ഷേത്രത്തിനുള്ളത്. പയർവർഗ ഭക്ഷ്യവിഭവങ്ങളുടെ പ്രദർശനം ഒരുക്കി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ. അന്താരാഷ്ട്ര പയർ വർഷാചരണത്തിന്റെ ഭാഗമായാണ് പ്രദർശനം ഒരുക്കിയത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പയർവർഗ്ഗങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷ്യവിഭവങ്ങളാണ് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രദർശിപ്പിച്ചത്. അന്താരാഷ്ട്ര പയർ വർഷാചരണമാണ് അവർക്ക് ഇതിന് പ്രേരണയായത്. രുചിയൂറും വിഭവങ്ങൾ ഒരുക്കിയപ്പോൾ അത് കുട്ടികൾക്ക് തന്നെ വേറിട്ട കാഴ്ചയായി. മട്ടർ മസാല, സോയാ ചുക്സ്, പയർ സൂപ്പ്, രാജസ്ഥാൻ ചോറ്, സുണ്ടൽ, കോസമ്പരി തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ പ്രചാരമുള്ള ഭക്ഷ്യവിഭവങ്ങളാണ് സ്കൂളിൽ പ്രദർശിപ്പിച്ചത്. സ്കൂളിലെ 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികളാണ് പ്രദർശനത്തിന് നേതൃത്വമേകിയത്. പ്രദർശനത്തിൽ വിഭവങ്ങൾ ഒരുക്കാൻ കുട്ടികൾ തന്നെ രംഗത്തിറങ്ങുകയായിരുന്നു. വീട്ടിൽ നിന്നും വിഭവങ്ങൾ ഒരുക്കിയാണ് വിദ്യാർത്ഥികൾ സ്കൂളിലെത്തിയത്. മറ്റ് സംസ്ഥാനത്തിലെ വിഭവങ്ങൾക്ക് പുറമെ കേരളീയ വിഭവങ്ങളും പ്രദർശനത്തിന് ഒരുക്കിയിരുന്നു. നാടൻ വിഭവങ്ങളായ കർക്കിടക കഞ്ഞിയും പ്രദർശിപ്പിച്ചിരുന്നു. തുടർന്ന് നടന്ന പയർ വർഷാചരണത്തിന്റെ ഉദ്ഘാടനം കാർഷിക കോളേജ് ഫാം മാനേജർ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ രവി അധ്യക്ഷനായി. ബാലൻ, ശശീന്ദ്രൻ, ലളിത, വിലാസിനി, ലക്ഷ്മിപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സമ്മേളനം സമാപിച്ചു. CITUവിന്റെ നേതൃത്വത്തിലുള്ള ഓട്ടോറിക്ഷ യൂണിയന്റെ വെള്ളിക്കോത്ത് യൂണിറ്റ് സമ്മേളനത്തിനാണ് സമാപനമായത്. വെള്ളിക്കോത്ത് അഴീക്കോടൻ ക്ലബ്ബ് പരിസരത്താണ് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU വെള്ളിക്കോത്ത് യൂണിറ്റ് സമ്മേളനം നടന്നത്.
ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി സെക്രട്ടറി വിനോദ് കാലിക്കടവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഹരീഷ് പെരളം അധ്യക്ഷനായി. യൂണിറ്റിലെ മുതിർന്ന അംഗം കൃഷ്ണൻ അടോട്ട പതാക ഉയർത്തി. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഉണ്ണി നായർ, ഏരിയ സെക്രട്ടറി CH കുഞ്ഞമ്പു, ഡിവിഷൻ സെക്രട്ടറി U പ്രകാശൻ, പ്രസിഡന്റ് കരുണാകരൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ P രാഘവൻ, രാജേഷ്, ലോഹിതാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. മയ്യച്ച പുഴയ്ക്ക് കുറുകെ പാലേത്തറ മയ്യച്ച പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് കോൺക്രീറ്റ് പാലം നിർമ്മിക്കുന്നതിന് ബജറ്റിൽ തുക വകയിരുത്തുമെന്ന പ്രതീക്ഷ ഇല്ലാതായതോടെ പ്രദേശത്തെ ജനങ്ങൾക്കിടയിൽ അമർഷം പുകയുന്നു. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി കടുത്ത അവഗണനയാണ് തുടരുന്നതെന്നാണ് ജനങ്ങൾ പറയുന്നത്. ബജറ്റിന് മുമ്പ് രാമഞ്ചിറയിലും മയ്യച്ചയിലും വിദഗ്ധ സംഘം പരിശോധന നടത്തിയിരുന്നു. എന്നാൽ പ്രഖ്യാപനം വന്നപ്പോൾ രാമഞ്ചിറ പാലത്തിന് മാത്രം 10 കോടി അനുവദിക്കുകയായിരുന്നു. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന താൽക്കാലിക പാലത്തിലൂടെ ജീവൻ പണയം വെച്ചാണ് നിലവിൽ ഇവിടെ ജനങ്ങളുടെ യാത്ര. വർഷങ്ങൾക്ക് മുമ്പ് 1 ലക്ഷം രൂപ ചെലവഴിച്ച് പഞ്ചായത്ത് അവിടെ ഒരു കോൺക്രീറ്റ് പാലം പണിതതാണ്. പ്രവൃത്തി കഴിഞ്ഞ് ആഴ്ചകൾ കഴിയുന്നതിന് മുമ്പേ പാലം പുഴയെടുത്തു. അങ്ങനെ ഒരു ഭാഗം ചെരിഞ്ഞു നിന്ന പാലത്തിന് നാട്ടുകാർ മൊഡോൻ പാലം എന്ന് പേര് കൊടുത്തു. തെങ്ങും കവുങ്ങും മുളയും കൊണ്ട് കെട്ടിയുണ്ടാക്കിയ പാലത്തിലൂടെയാണ് ജനങ്ങൾ ഇപ്പോൾ മറുകരയെത്തുന്നത്. മഴ കനത്താൽ വെള്ളം പാലത്തിന് മുകളിലെത്തും. ഇരുഭാഗത്തും കയർ കെട്ടി അതിൽ പിടിച്ചാണ് പിന്നീടുള്ള യാത്ര. ശ്രദ്ധയൊന്നു പാളിയാൽ പുഴയിലെത്തുമെന്നതാണ് സ്ഥിതി. ഇവിടെ പുതിയ പാലം പണിയാൻ ജില്ലാ പഞ്ചായത്ത് വഴി തയ്യാറാക്കിയ പദ്ധതിക്ക് നബാർഡ് 3.57 കോടി രൂപ വകയിരുത്തിയതാണ്. റെയ്ഡ്കോയാണ് രൂപകൽപ്പന തയ്യാറാക്കിയത്. പിന്നീട് പദ്ധതിയിൽ മാറ്റം വരുത്തി. എസ്റ്റിമേറ്റ് പുതുക്കണമെന്ന നില വന്നപ്പോൾ തുടർ പ്രവർത്തനം നടന്നില്ല. ചെറുവത്തൂരിൽ നിന്നും കാരി, കുറ്റിവയൽ, മയ്യച്ച എന്നിവിടങ്ങളിലേക്ക് എത്തിപ്പെടാനും ഈ പ്രദേശത്തുള്ളവർക്ക് ചെറുവത്തൂർ ടൗണുമായി ബന്ധപ്പെടാനുമുള്ള എളുപ്പ മാർഗമാണിത്. ഇനി എപ്പോൾ മൊഡോൻ പാലത്തിന്റെ നടുനിവരും എന്നതാണ് ജനങ്ങളുടെ ചോദ്യം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി മരിച്ചു. മരിച്ചത് മീപ്പുഗിരിയിലെ റസാഖിന്റെ മകൻ ഷിബിലി. വിദ്യാനഗർ സീതാങ്കോളി റൂട്ടിലെ ബസ് സമരം പിൻവലിച്ചു. തീരുമാനം കളക്ടറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയെ തുടർന്ന്. പഠനകാലത്തെ ഓർമ്മകൾ അയവിറക്കി മന്ത്രി ചന്ദ്രശേഖരൻ പെരുമ്പള സ്കൂളിൽ. AISFന്റെ ജില്ലാ ക്യാമ്പ് ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു മന്ത്രി. ശമ്പള വിതരണത്തിലെ അപാകതകൾക്കെതിരെ പ്രതിഷേധവുമായി അങ്കണവാടി ജീവനക്കാർ. പ്രതിഷേധം മഞ്ചേശ്വരം ICDSന് മുമ്പിൽ. മെഡിക്കൽ കോളേജിനെ കുറിച്ച് ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി. ഉറപ്പു നൽകിയത് ജനകീയ സമരസമിതി നേതാക്കൾക്ക്. ഉദുമയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ. ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷയെന്ന് ജില്ലാ കളക്ടർ. ബൈന്ദൂർ പാസഞ്ചറിന്റെ സർവീസ് നിർത്തിവെക്കില്ല. സമയക്രമം പുനഃപരിശോധിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ മാനേജർ. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.